പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വാന്തനം എന്ന ശുശ്രൂഷയിലൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവവചനം പ്രഘോഷിക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏറ്റവും വിനയത്തോടുകൂടി മുന്നമേ അറിയിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ജന്മപ്പെരുന്നാൾ ആഘോഷിക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ദൈവം ഒരു അവസരം കൂടി തന്നുവല്ലോ. ദൈവത്തെ സ്തോത്രം ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു പുതിയ വർഷത്തിലേക്ക് കാലൂന്നുവാൻ തക്കവണ്ണം ഏറെ പ്രാർത്ഥനയോടെ നാം എല്ലാവരും മുന്നോട്ട് പോകുന്ന ഈ കാലയളവിൽ നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ ജനനപ്പെരുന്നാൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ക്രിസ്മസ് എ ഫെസ്റ്റിവൽ ഓഫ് ഗിവിങ് ആണ്. കാരണം പിതാവാൻ ദൈവം ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ഏകജാതനായ ക്രിസ്തുവിനെ ലോകത്തിന് തന്നു. അതോടൊപ്പം തന്നെ വിദ്വാൻമാർ, കിഴക്ക് നിന്ന് വന്നതായ വിദ്വാൻമാർ, അവർ ജ്യോതിശാസ്ത്രജ്ഞരാണല്ലോ, അവർ കടന്നു വന്ന് ആ വിലപ്പെട്ടതായ പൊന്നും മൂരും കുന്തിരിക്കവും യേശുക്കുഞ്ഞിൻ്റെ അടുക്കൽ കാഴ്ചവെച്ചു. ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ നാം എല്ലാവരും പരസ്പരം സ്നേഹം കൊടുത്തവരാണ്, ആശംസകൾ കൈമാറിയവരാണ്, മെസ്സേജുകൾ കൈമാറിയവരാണ്. എല്ലാത്തിനുമായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഈ ശുശ്രൂഷയിലൂടെ, ഈ ജന്മപ്പെരുന്നാളിലൂടെ നാം മുന്നോട്ട് പോയപ്പോൾ വാസ്തവത്തിൽ നാം എന്താണ് പ്രാപിച്ചത്? ആ ഒരു ചെറിയ ചിന്ത പങ്കുവെച്ചുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് നാം എങ്ങനെ പ്രവേശിക്കണം എന്നുള്ളതായ കാര്യം കൂടി പരിശോധിക്കുവാൻ, ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 10 വരെ വായിക്കുമ്പോൾ, അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിയിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റുമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രിയ വിശ്വാസികളെ, 2000 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേം മലഞ്ചെരുവിൽ ആടുകളെ കാവൽ ചെയ്തുകൊണ്ട് രാത്രികാലം കിടന്നതായിരുന്ന ആട്ടിടയന്മാർ, നല്ല തണുപ്പുള്ള സമയമാണ്. അവിടെ പെട്ടെന്ന് കർത്താവിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ട ഒരു പ്രകാശം, കർത്താവിൻ്റെ പ്രകാശം അവരെ ചുറ്റുമിന്നുകയായിരുന്നു. അവർ പേടിച്ചരണ്ടുപോയി. അങ്ങനെ ഭയപരവശരായി തീർന്ന ആട്ടിടയന്മാരോട് ദൂതൻ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ഈ ഒരു ഭാഗം തന്നെ വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ആദ്യ സുവിശേഷത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ളതാണ്. എന്താണ് അവിടെ പറഞ്ഞത്? അവിടെ സുവിശേഷം പ്രസംഗിച്ചത് ഒരു ദൂതനായിരുന്നു, ദൈവദൂതൻ. കേട്ടത് ആയിരക്കണക്കിന് ആളുകളൊന്നുമല്ലായിരുന്നു, ഏതാനും ചില ആട്ടിടയന്മാർ. ദൂതൻ പറയുകയാണ് ഭയപ്പെടേണ്ട എന്ന്. ആദ്യമായി പറയുന്നു സുവിശേഷത്തിൻ്റെ ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത്, വാക്യം എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഭയപ്പെടേണ്ട? സർവ്വജനത്തിനുണ്ടാകാൻ പോകുന്നൊരു മഹാബലിയ സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ജനിച്ചതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഇനിയും നിങ്ങൾക്ക് നല്ല കാലം തരാൻ പോവുകയാണ്, സന്തോഷം വരാൻ പോവുകയാണ്, സമാധാനമുണ്ടാകാൻ പോവുകയാണ്, ആനന്ദമുണ്ടാകാൻ പോവുകയാണ്. ഭയപ്പെടേണ്ട എന്നുള്ളതായ സദ്വർത്തമാനമാണ്, ഗുഡ് ന്യൂസാണ് സുവിശേഷം എന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ജന്മപ്പെരുന്നാൾ സംബന്ധിക്കുവാൻ ദൈവം കൃപ തന്നപ്പോൾ നോമ്പാചരിച്ചു. അതിൻ്റെ മനോഹരമായ കരോൾ ഗാനങ്ങളെല്ലാം പങ്കെടുത്തു. ദൈവാലയത്തിൽ പോയി ജന്മപ്പെരുന്നാളിൽ സംബന്ധിച്ചു, വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു. നമ്മളിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ആ ഭയം മാറ്റിയവനായ യേശു കൂടെയുണ്ടോ എന്ന് ഇന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമല്ലേ? ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ഭയം മാറും. എന്നാൽ നമ്മുടെ ഉള്ളത്തിൽ യേശു വസിക്കുന്നുണ്ടോ? ക്രിസ്ത്യാനി എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു ഉള്ളിൽ ഉള്ളവനാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ഈ ലോകത്തിൽ നാം കാണുന്ന കാഴ്ച ക്രിസ്ത്യാനിറ്റി വിത്തൗട്ട് ക്രൈസ്റ്റ്, ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനിത്വവുമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, കന്യകമറിയാമിൻ്റെ അടുക്കൽ ഗബ്രിയേൽ മാലാഖ വന്നറിയിച്ചു, നീ ഗർഭിണിയാകും, ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണമെന്ന്. ആ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് വരാനുള്ളതായ നാളുകൾ സഹനങ്ങൾ നിറഞ്ഞതാണ്. കന്യകമറിയാമിന് ബോധ്യമുണ്ടായി. എല്ലാവരും കളിയാക്കിയേക്കാൻ പ്രശ്നങ്ങൾ ഏറെയുണ്ട്. എന്നാലും ആ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി,
അവിടുത്തെ ഹിതം പോലെ നിറവേറട്ടെ എന്ന് താഴ്മയോടെ വിനയത്തോടെ കന്യകമറിയാം അതിന് മറുപടി പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയാവുകയാണ്. ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ ഉദരത്തിൽ പേറുവാനായിട്ട് കന്യകമറിയാമിന് അവസരം ലഭിച്ചു. പരിശുദ്ധ കന്യകമറിയാം ഭാഗ്യവതി എന്ന് അറിയപ്പെടുകയാണല്ലോ. സഹോദരങ്ങളെ, ഈ ജനനപ്പെരുന്നാളിലൂടെ യേശു നമ്മുടെ ഹൃദയത്തിൽ അങ്കുരിച്ചോ? നാം അതാണ് ചിന്തിക്കേണ്ടത്. ആ ഭയം മാറ്റുന്നവനായ കർത്താവ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, എല്ലാ നാമത്തിനും ഉപരിയായ നാമമാണ് ദൈവം ആ പുത്രന് കൊടുത്തത് എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയതായ നാമമാണ് യേശുനാമം. എല്ലാ നാമത്തിനും ഉപരിയായ നാമമാണ് യേശുനാമം. രോഗികളെ സൗഖ്യമാക്കുന്ന നാമമാണ് യേശുനാമം. ദൈവമക്കളാക്കുന്ന നാമമാണ് യേശുനാമം. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന നാമമാണ് യേശുനാമം. പിശാചുകൾ ഓടിയൊളിക്കുന്ന നാമമാണ് യേശുനാമം. പോരാ, ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് മാത്രമല്ല, വിശുദ്ധ മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യേശുനാമത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. അതെല്ലാത്തിനുപരിയായിട്ട് ഇവിടെ നാം കേൾക്കുകയാണ്, നമ്മുടെ പാപങ്ങളെ മോചിക്കുന്ന നാമമാണ് യേശുനാമം. ആ യേശു കൂടെയുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഭയപ്പെടേണ്ടത്? വീണ്ടും 22-ാം വാക്യം, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയും നാം എന്തിന് ഭയപ്പെടണം? യേശു കൂടെയുണ്ടെങ്കിൽ, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന അർത്ഥമുള്ളതായ ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഇനി എന്തിന് ഭയപ്പെടണം? രോഗമുണ്ടായേക്കാം, കടഭാരമുണ്ടായേക്കാം, അസമാധാനമുണ്ടായേക്കാം, പ്രശ്നങ്ങൾ ഏറി വന്നേക്കാം, തടസ്സങ്ങൾ വന്നേക്കാം. പക്ഷേ നാം ചിന്തിക്കണം, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാനിനി ഭയപ്പെടുകയില്ല, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതായ ബോധ്യമുണ്ടാകുമോ? ഭയപ്പാട് മാറും. പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും, തീച്ചൂള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും, കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും, കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും, ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭയം മാറ്റുന്നവനായ ഇമ്മാനുവേലായ യേശു എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതായ ബോധ്യത്തോടുകൂടി നമുക്ക് ഇനിയുള്ള നാളുകൾ മുന്നോട്ട് പോകുവാനായിട്ട് ഒരു കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ജനന പെരുന്നാൾ കഴിഞ്ഞു. 2017 ഡിസംബർ മാസത്തിലെ ഈ അവസാന ദിനങ്ങളിലേക്ക് ഞാനും നിങ്ങളുമെല്ലാം കടന്നു പോകുമ്പോൾ 2018 വരവേൽക്കുവാൻ ഞാൻ നിങ്ങളും ഒരുങ്ങി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതെപ്രകാരമായിരിക്കണമെന്നുകൂടി ധ്യാനിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെട്ട് ആഗ്രഹിക്കുകയാണ്. 116-ാം സങ്കീർത്തനം 12-ാം വാക്യം സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ ചില മാരകമായ രോഗത്തിൻ്റെ പിടിയിലൂടെ കടന്നു പോയപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, ചില നേർച്ചകൾ അവിടെ നേർച്ചകൾ നിറവേറ്റുവാൻ തക്കവണ്ണം, നേർച്ച കഴിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയാണ്. രോഗം സൗഖ്യമായി കഴിഞ്ഞപ്പോൾ ദൈവാലയത്തിലേക്ക് കടന്നു ചെന്ന് എല്ലാ ജനവും കാണുക നേർച്ച നിറവേറ്റുകയാണ്, സ്തോത്രയാഗം അർപ്പിക്കുകയാണ്, ദൈവത്തോട് നന്ദി പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, 116-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രോഗാവസ്ഥയിൽ ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളിൽ നാം എന്ത് ചെയ്യണം എന്ന് നമ്മയോട് പഠിപ്പിക്കുന്നുണ്ട്. രോഗസൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ നാം ദൈവത്തോട് എങ്ങനെ ഉള്ളവരായിരിക്കണം, എങ്ങനെ പ്രതികരിക്കുന്നവരായിരിക്കണം എന്നുകൂടി അവിടെ നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിക്കുന്നവരായി നമുക്ക് മാറണ്ടേ? ഈ 2017 ഓരോ ദിനങ്ങളും നടത്തിയതായ ദൈവത്തോട് നമുക്ക് നന്ദി പറയേണ്ടത് ആവശ്യമല്ലേ? അങ്ങനെ നന്ദി പറയണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്?
വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം. അവൻ ഗെന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗെന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ യേശു നിൽക്കുന്നത് ജനം കാണുകയാണ്. എല്ലാവരും യേശുവിനെ കാണുവാനായിട്ട് പോരാ, അവൻ്റെ തിരുവചനം കേൾക്കുവാനായിട്ട് അവിടെ തിക്കിത്തിരക്കി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം അവിടെ വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യേശു കൂടെ ഉണ്ടാകണമെങ്കിൽ, ആ യേശുവിനെ നമ്മുടെ കരം പിടിക്കണമെങ്കിൽ അവൻ്റെ തിരുവചനം കേൾക്കുവാനുള്ളതായ വലിയ ദാഹം, വലിയ കൊതി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായേ മതിയാകൂ. ഞാൻ ഇത് പ്രസംഗിക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണുള്ള കാരണം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ടാണ് വലിയ ദാഹത്തോടെ നിങ്ങളിപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ ഒരു ദാഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ് ഞാൻ ആര് എന്നുള്ളതായ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. എൻ്റെ ജീവിതത്തിലെ കുറവുകൾ എന്ത് എന്ന് പരിശോധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുകയാണ്, കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നുവല്ലയോ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, 2017 ജനുവരി മാസം 1-ാം തീയതി ന്യൂ ഇയർ ദിനം നമ്മുടെ കൺമുന്നിൽ ഇന്നെന്ന പോലെയുണ്ട്. എന്നാൽ ന്യൂ ഇയർ ദിനം കടന്നുപോയല്ലോ. ജനുവരിയും ഫെബ്രുവരിയും മാർച്ചും ഏപ്രിലും മെയ് മാസങ്ങളുമെല്ലാം വളരെ വളരെ വേഗം കടന്നുപോയി, മുന്നോട്ട് പോയി. ഇതാ 2017 ക്രിസ്മസ് ദിനം കഴിഞ്ഞു, തിരുപ്പിറവി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ 2017 ഡിസംബർ മാസത്തിലെ അവസാന ദിനങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നാം ചിന്തിക്കണം കേട്ടോ, കാലങ്ങൾ അതിവേഗം കഴിഞ്ഞു പോവുകയാണ്. ഈ വർഷക്കാലം എല്ലാ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയതാണ്, നോമ്പെല്ലാം കൃത്യമായിട്ട് ആചരിച്ചു. എവിടെയെല്ലാം സുവിശേഷ യോഗമുണ്ടോ അവിടെയെല്ലാം സുവിശേഷ യോഗത്തിന് കടന്നു പോയതാണ്. വീണ്ടും ഇതാ ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണല്ലോ. കർത്താവേ, ഈ വചനമെല്ലാം കേട്ടിട്ട്, നിന്റെ തിരുവചനം ഞാൻ കേട്ടിട്ട്, നിന്റെ വചനം കേൾക്കുവാൻ ദാഹത്തോടെ ഓടി ഓടി വന്നിട്ട്, യേശുവേ, എന്നെ തന്നെ ശോധന ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചുവോ? സഹോദരങ്ങളെ, നമ്മെ തന്നെ ശോധന ചെയ്തേ മതിയാകൂ. ദൈവത്തിൻ്റെ വചനം കേട്ടാൽ മാത്രം പോരല്ലോ. ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് ഞാനിപ്പോൾ വിശ്വാസത്തിലാണോ ആയിരിക്കുന്നത് അതോ അവിശ്വാസത്തിലാണോ ആയിരിക്കുന്നത്? എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ടോ നാം പരിശോധിക്കണമെങ്കിൽ പൗലോസ് നമ്മോട് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നമ്മെ തന്നെ ശോധന ചെയ്തേ മതിയാകൂ. മറ്റുള്ളവർ വിധിക്കേണ്ട കാര്യമില്ല. എൻ്റെ അവസ്ഥ എങ്ങനെയാണ് നാം പരിശോധിക്കണം. വീണ്ടും പറയുകയാണ്, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നുവല്ലോ. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ തെറ്റുകളൊന്നുമില്ല. ഞാൻ വചനം കേട്ടുകൊണ്ട് വചനം അനുസരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ യേശു എൻ്റെ കൂടെയുണ്ട്, ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെടുത്തി കളയരുത്. ഒരവസരം കൂടി ദൈവം തമ്പുരാൻ തന്നിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് അവനോട് നന്ദി പറയുവാനായിട്ടും തെറ്റുകളെ തിരുത്തുവാനായിട്ടും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈയിടെ ഒരു സുവിശേഷയെ സംബന്ധിച്ചപ്പോൾ ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് കേൾക്കാനിടയായി. ബഹുമാനപ്പെട്ട അച്ഛനോട് ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാർ പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ മോക്ക് കല്യാണ പ്രായമെല്ലാമായി, അച്ഛനൊരു ഉപകാരം ചെയ്യണം കേട്ടോ. നല്ല പയ്യന്മാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. പോരാ, നല്ല പ്രാർത്ഥനയുള്ള പയ്യന്മാർ, ചെറുപ്പക്കാരെ കിട്ടിയാൽ നല്ലതാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അച്ഛാ, എനിക്ക് അങ്ങനെ വേണ്ട, എനിക്ക് പ്രാർത്ഥനയുള്ള ഒരു ചെറുപ്പക്കാരനെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും മാതാപിതാക്കന്മാരും ഞെട്ടിപ്പോയി. എന്താണ് ഈ മോള് പറയുന്നത്? ആ മോള് പറഞ്ഞു, അച്ഛാ, എനിക്ക് പ്രാർത്ഥനയുള്ള പയ്യനെ അല്ല വേണ്ടത്, മറിച്ച് ദൈവഭയമുള്ള പയ്യനെയാണ്, ചെറുപ്പക്കാരനെയാണ് വേണ്ടത്, ജീവിത പങ്കാളിയായി വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ വാസ്തവമാണല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
നാം ദൈവഭയമുള്ളവരായി മാറേണ്ടത് അനിവാര്യമാണ്. നാം എന്തിനാണ് ദൈവത്തെ ഭയപ്പെടേണ്ടത്? ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഉള്ളത് കൊണ്ട് ഭയപ്പെടേണ്ട. അങ്ങനെയെങ്കിൽ ദൈവത്തെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇതെന്താണ് പറഞ്ഞു വരുന്നത്? വിരോധാഭാസമാണ് ചിന്തിച്ചേക്കാം. എന്നാൽ നാം ഭയപ്പെടുന്ന സമയമുണ്ടാകും. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ വായിച്ചു കേൾക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-9 വാക്യങ്ങൾ, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടപ്പോൾ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ആദമും ഹവ്വായും ഒളിക്കുകയായിരുന്നു. യഹോവയായ ദൈവം വിളിച്ചു, നീ എവിടെയാണ്? ആദമേ, നീ എവിടെ? ആ മനുഷ്യൻ ആദം മറുപടി പറയുകയാണ്, ഇതാ ഞങ്ങൾ നിന്നെ കണ്ടിട്ട് ഞങ്ങൾ ഭയം കൊണ്ട് ഞങ്ങൾ ഒളിച്ചിരിക്കുകയാണ് എന്ന്. എന്തുകൊണ്ടാണ് ഭയമുണ്ടായത്? എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നത്? പാപം ചെയ്ത് പോയതുകൊണ്ട്. പ്രിയ സഹോദരങ്ങളെ, പാപം ചെയ്യുമ്പോൾ നാം ദൈവത്തെ ഭയപ്പെടണം. പാപം ചെയ്യുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു മാറുകയാണ്, പിശാചിൻ്റെ അടുക്കിലേക്ക് ഓടി പോവുകയാണ്. പാപം ചെയ്യുമ്പോൾ, പാപം കാണുമ്പോൾ, പാപം ചിന്തിക്കുമ്പോൾ, പാപമുള്ള വഴികളിലേക്ക് പോകുമ്പോൾ നാം ഭയപ്പെടുന്നവരായി മാറിയാലാണ് ദൈവകൃപ നമ്മുടെ മേലുണ്ടാവുകയുള്ളൂ. 128-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. പ്രിയ സഹോദരങ്ങളെ, ഒരു ഭാഗ്യവതിയായി നമുക്ക് ജീവിക്കണ്ടേ? ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ കാലയളവ് ഏറ്റവും മോശമായൊരു കാലയളവാണല്ലോ. ഏറെ വക്രതയുള്ളതായ, കോട്ടമുള്ളതായ ഈ തലമുറയിൽ ഞാനും നിങ്ങളും ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മോട് എന്താണ് പറയുന്നത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ആ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ, ഈ ഒരു വർഷക്കാലം നടത്തിയ യേശുവേ ഞാൻ നിന്നെ വാഴ്ത്തുന്നു പറയണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ശോധന ചെയ്യണമെങ്കിൽ നാം ഇതുപോലെ ദാഹത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ മുന്നോട്ട് കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്ന യിരെമ്യാ പ്രവാചന പുസ്തകം 8-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളാണ്. എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കുകയില്ലയോ? ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ? പ്രിയപ്പെട്ടവരെ, ഈ ഒരാണ്ട് ദൈവം തമ്പുരാൻ ദാനമായി തന്നപ്പോൾ ഈ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ വീണുപോയവനാണോ? ഞാൻ വീണുപോയവളാണോ? ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അനുസരിക്കാതെ പാപത്തിൻ്റെ മേഖലകളിലേക്ക് മാറിപ്പോയിട്ടുണ്ടോ? ആരും അറിഞ്ഞില്ലായിരിക്കാം. പപ്പയറിഞ്ഞില്ല, മമ്മി അറിഞ്ഞില്ല, മക്കളറിഞ്ഞില്ല, ഭർത്താവ് അറിഞ്ഞില്ല, ഭാര്യ അറിഞ്ഞില്ല, കുമ്പസാരിച്ചപ്പോൾ അച്ഛനും അറിഞ്ഞില്ല, നാട്ടുകാരും അറിഞ്ഞില്ല. ഞാനൊരു ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ യേശുവേ, നീ എല്ലാം അറിയുന്നല്ലോ എന്നുള്ളതായ ബോധ്യം നമുക്കുണ്ടാകണമേ. ഞാനോ നിങ്ങളോ വീണു പോയിട്ടുണ്ടെങ്കിൽ ഇനി വീണ് കിടക്കുകയാണോ വേണ്ടത്? അല്ല പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാൻ ആയുസ്സും ആരോഗ്യം തന്നപ്പോൾ 2018 പ്രവേശിക്കുമ്പോൾ പാപമുള്ളവരായിട്ടല്ല പോകേണ്ടത്, പാപം ക്ഷമിച്ച് കിട്ടുന്നവരായി നാം മാറണം കേട്ടോ. ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണ്, ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കുകയില്ലയോ? ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ? നമുക്ക് മടങ്ങി വരാൻ കേട്ടോ. വീണ് കിടക്കരുത് പ്രിയപ്പെട്ടവരെ. അരുതാത്ത വഴികളിലേക്ക് ഇനി പോകല്ലേ. യെരൂശലേമിലെ ഈ ജനമോ ഇടവിടാതെ പിന്മാറിയിരിക്കുന്നതും വഞ്ചന മുറുകെ പിടിച്ചിരിക്കൊണ്ട് മടങ്ങി വരുവാൻ മനസ്സില്ലാതിരിക്കുന്നവരും എന്ത്? വീണ്ടും പറയുന്നു, ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു, അവർ നേര് സംസാരിച്ചില്ല. അയ്യോ, ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആരും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിച്ചില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, പ്രവാചകൻ പറയുകയാണ്, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരാൾ പോലും എൻ്റെ അടുത്ത് വന്നില്ല. അയ്യോ, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആരും വന്നില്ല എന്ന് സങ്കടത്തോടെ യഹോവയായ ദൈവം തമ്പുരാൻ പറയുകയാണ്. കുതിര പടയ്ക്ക് പായുന്നത് പോലെ ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിയുന്നു. ആകാശത്തിലെ പെരുഞ്ഞാറ തൻ്റെ കാലമറിയുന്നു. കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങിവരുള്ളതായ സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആകാശത്തിൻ പെരുഞ്ഞാറയും കൊക്കും മീവൽ പക്ഷിയും, ആകാശത്തിൻ പെരുഞ്ഞാറയും കൊക്കും മീവൽ പക്ഷിയും, അവർ തൻ്റെ കാലമറിയും എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ
മക്കളെ പോറ്റി വളർത്തി അവരെന്നോടു മത്സരിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇനിയും മടങ്ങി വരാതിരിക്കുകയാണോ? വീണിടത്ത് തന്നെ കിടക്കുകയാണോ? മാനസാന്തരപ്പെടാതെ മടങ്ങി വരാതിരിക്കുകയാണോ? മടങ്ങി വന്നേ മതിയാകൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ യഹോവയായ ദൈവം നമ്മളെ ചോദിച്ചു, ഞാൻ തിന്നരുത് എന്ന് പറയുന്ന വൃക്ഷഫലം നിങ്ങൾ തിന്നോ? ആദാം പറഞ്ഞു, ഹവ്വ പറഞ്ഞു, ഹവ്വ കൊണ്ടിത്തന്നു, ഞാൻ തിന്നുപോയി. ഹവ്വ പറയുകയാണ്, പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന്. പ്രിയപ്പെട്ടവരെ, അനുദപിക്കുവാൻ ആദാമും ഹവ്വായും തയ്യാറാകാത്തത് കൊണ്ട് യഹോവയായ ദൈവം തമ്പുരാൻ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുവരെയും എന്നെയും നിങ്ങളെയും തമ്പുരാൻ പുറത്താക്കിയിട്ടില്ല. അവൻ നമ്മെ സ്നേഹിക്കുകയാണ്, അവൻ നമ്മെ കരുതുകയാണ്, വീണ്ടും അവസരം തരികയാണ്. പക്ഷേ ഏറ്റുപറയുവാൻ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട 32-ാം സങ്കീർത്തനം 5-ാം വാക്യം ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ ലംഘനങ്ങളെ എൻ്റെ ദൈവത്തോട് ഏറ്റുപറയും, അവൻ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കും. ഞാൻ ഒന്നും മറച്ചു വയ്ക്കുകയില്ല. സഹോദരങ്ങളെ, പാപങ്ങൾ ഏറ്റുപറയുവാനായിട്ട് തയ്യാറാകണം കേട്ടോ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ, 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 3 മുതൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം വായിക്കുന്നു: അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അല്ല ഓരോ വചന ശുശ്രൂഷയിലൂടെയും നമുക്കൊരു ബോധ്യമുണ്ടാകണം. ഞാൻ ഇനിയും പാപം ചെയ്ത് മുന്നോട്ട് പോവുകയാണോ? ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് ഞാൻ ഇനിയും മടങ്ങി വരാതിരിക്കുകയാണോ? 2018 പ്രവേശിക്കുന്നൊരുങ്ങുമ്പോൾ, യേശുവേ, എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ ക്ഷമിക്കണമേ. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്നയോളം നടത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ സമയം വരെ ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഒപ്പം തന്നെ നമുക്ക് രക്ഷയുടെ പാനപാത്രമെടുത്ത് ആ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ, ആ കാര്യം സൂചിപ്പിക്കുന്ന വിശുദ്ധ കുർബാനയാണല്ലോ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നല്ലൊരു കുമ്പസാരം നടത്തി, വിശുദ്ധ കുമ്പസാരം നടത്തി ഈ നാളുകളിൽ, ഈ വർഷം എൻ്റെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളും കുറ്റങ്ങളും കർത്താവ് ഇന്നതാണ്, ഞാനതിനെ ന്യായീകരിക്കുന്നില്ല, സാഹചര്യത്തെ കുറ്റം പറയുന്നില്ല, മറ്റാരെയും വിധിക്കുന്നില്ല. മറിച്ച് ഞാൻ തെറ്റുകാരന് കർത്താവേ, തെറ്റുകാരിയാണെന്നുള്ളതായി ബോധ്യത്തോടുകൂടി യേശുവിൻ്റെ സന്നിധിയിൽ പ്രിയപ്പെട്ടവരെ ദേവാലയത്തിൽ കടന്നു ചെന്നുകൊണ്ട് വിശുദ്ധ കുമ്പസാരം നടത്തിക്കൊണ്ട് എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന് ക്ഷമ ചോദിച്ചുകൊണ്ട് കർത്താവിൻ്റെ രക്തത്താലെല്ലാം കഴുകപ്പെട്ടുകൊണ്ട് ആ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് യേശുവിൻ്റെ മകനും മകളുമായിട്ട് 2018 പ്രവേശിക്കാൻ തക്കവണ്ണം നമുക്ക് ഒരുങ്ങാം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം അപ്പോസ്തലനായ പൗലോസ് കൊണ്ട് നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾക്കുള്ളതിനെയല്ല നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നുവെന്ന്. നിങ്ങൾക്കുള്ളതിനെയല്ല നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നുവെന്ന്. നമ്മെ തന്നെയാണ് കർത്താവിന് ആവശ്യം. യേശുവേ, ഇനിയുള്ള നാളുകളിൽ ഞാൻ വചനം കേട്ടുകൊണ്ട് പ്രാർത്ഥനയോടെ, നോമ്പോടെ, ഉപവാസത്തോടെ, വചനം കേട്ട് വചനം അനുസരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊള്ളാം. ദേവാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാധനയുമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവെ ഞാൻ തീരുമാനമെടുക്കുന്നു. 2018 പ്രവേശിക്കുവാൻ എന്നോട് കരുണ കാണിക്കണമേ. നമുക്ക് തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നന്ദിയുള്ളവരായി യഹോവയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ തീരുമാനമെടുക്കാം. നമുക്ക് ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കണ്ണുകളടച്ചാട്ടെ, നമുക്ക് തീരുമാനമെടുക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ ഈ സമയത്തിനാ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ കേട്ടതായ വചനം കർത്താവെ ഞങ്ങൾ ഹൃദയത്തിൽ പേറിക്കൊണ്ട് ഞങ്ങളിതാ തീരുമാനമെടുക്കുന്നു. ഇനിയുള്ള നാളുകൾ യേശുവേ നിനക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. ഞങ്ങളെ തന്നെ കാഴ്ചയായി സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ പാടിയതുപോലെ ഞങ്ങളും പാടുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ നൽക. എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ നൽക. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ തെറ്റുകളും കുറവുകളും ക്ഷമിക്കണമേ. യേശുവേ, ഞങ്ങളുടെ കരുണ കാണിക്കണമേ.
ഇന്നയോളം നടത്തിയ കർത്താവെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി, എല്ലാത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനം കേൾപ്പിച്ചതിനായി നന്ദി പറയുന്നു. 2018 പ്രവേശിക്കുവാൻ തക്കവണ്ണം, പാപം മാറിയവളായി പ്രവേശിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ അനുഗ്രഹിക്കണമേ. 2018 വർഷം ഏറ്റവും അനുഗ്രഹം നിറഞ്ഞതായ, സമാധാനം നിറഞ്ഞതായ, സന്തോഷം നിറഞ്ഞതായ ഒരു വർഷമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് എല്ലാവരും അനുഗ്രഹിക്കുമാറാകണമേ. സകലവും യേശുവിൻ നാമത്തിൽ ചോദിക്കുന്ന പിതാവാൻ ദൈവമേ, പ്രാർത്ഥന കേട്ട് ഉത്തരമളി ചെയ്യുമാറാകണമേ. ആമീൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷവും സമാധാനവും അനുഗ്രഹവും നിറഞ്ഞതായ പുതുവത്സരം ആശംസിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. Best believe